അമേരിക്കയുടെ ജൂലൈ മാസത്തെ പേറോൾ ഡാറ്റ ഇന്ന് പുറത്തു വരാനിരിക്കെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് അപ്രോച്ചാണ് വെച്ച് പുലർത്തിയത്. പ്രമുഖ അമേരിക്കൻ ഇൻഡെക്സുകൾ മാർജിനലി നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയപ്പോൾ അമേരിക്കൻ ഫ്യൂച്ചറുകൾ മാർജിനലി പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിലും ഡീസന്റ് പെർഫോമൻസ് കാണാൻ സാധിച്ചു. ഇൻഡെക്സ് ബോട്ടം ലെവലിൽ നിന്നും റിക്കവർ ആവുകയും 24,750 എന്ന ക്രൂഷ്യൽ ലെവലിന് മുകളിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. അതേസമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ തുടർച്ചയായ 9ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിൽ തന്നെയായിരുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ബൈയിങ് സൈഡിലായിരുന്നു. ഇന്ന് അദാനി പവർ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ITC, MCX, നാരായണ ഹൃദയാലയ, ടാറ്റ പവർ, കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ, ഡെലിവറി, ഗ്ലാക്സോ സ്മിത്ത് കൈൻ ഫാർമസ്യൂട്ടിക്കൽസ്, ഗോ ഫാഷൻ, GR ഇൻഫ്രാ പ്രോജക്ട്സ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് വരാനിരിക്കെ ഈ സ്റ്റോക്കുകളെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളെയും ആ സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് സ്വിഗ്ഗിയാണ്. സ്വിഗ്ഗിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ ലോസ് 1081 കോടിയിൽ നിന്നും 1197 കോടിയിലേക്ക് ഉയർന്നു. എബിറ്റ ലോസ് 962 കോടിയിൽ നിന്നും 954 കോടിയിലേക്ക് ചുരുങ്ങിയപ്പോൾ ക്വിക്ക് കൊമേഴ്സ് സെക്ടർ 114% വളർച്ച കൈവരിക്കുകയും ഫുഡ് ഡെലിവറി ബിസിനസ്സിൽ 18% വളർച്ച വരികയും ചെയ്തു. കമ്പനിയുടെ റവന്യൂ 12.5% വർദ്ധിച്ച് 4,410 കോടിയിൽ നിന്നും 4,961 കോടിയിലേക്ക് ഉയർന്നു. കമ്പനി ലോസിലാണെങ്കിലും ഫ്യൂച്ചറിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ക്വിക്ക് കൊമേഴ്സ് സെക്ടറിലെ വളർച്ച 114% ഉയർന്നതും ഫുഡ് ഡെലിവറി സെഗ്മെന്റിലെ വളർച്ച 18% ഉയർന്നതും ചിലപ്പോൾ സ്വിഗ്ഗി എന്ന സ്റ്റോക്കിൽ പോസിറ്റീവ് ട്രിഗറായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. PB ഫിൻടെക്കിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 10% ഇടിയുകയും പ്രോഫിറ്റ് 50% ഇടിയുകയും ചെയ്തു. 90 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 84 കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് നേടാൻ സാധിച്ചത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 170 കോടിയിൽ നിന്നും 84 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. കമ്പനിയുടെ റവന്യൂ 1,508 കോടിയിൽ നിന്നും 1,348 കോടിയിലേക്ക് ഇടിയുകയും എബിറ്റ 69% ഇടിഞ്ഞ് 113 കോടിയിൽ നിന്നും 34 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 2.5% ഇടിയുകയും ചെയ്തു. ഏഷ്യർ മോട്ടോറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 15% വർദ്ധിച്ച് 4,393 കോടിയിൽ നിന്നും 5,041 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 10% വർദ്ധിച്ച് 1,110 കോടിയിൽ നിന്നും 1,205 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 3% വർദ്ധിച്ച് 1,165 കോടിയിൽ നിന്നും 1,202 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 26% നിന്നും 23% കറക്റ്റ് ആവുകയും ചെയ്തു. ചമ്പൽ ഫെർട്ടിലൈസേഴ്സിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 22% വർദ്ധിച്ച് 448 കോടിയിൽ നിന്നും 548 കോടിയിലേക്ക് എത്തി. റവന്യൂ 15% വർദ്ധിച്ച് 4,933 കോടിയിൽ നിന്നും 5,697 കോടിയിലേക്ക് എത്തി. എബിറ്റ 1% ഉയർന്ന് 782 കോടിയിൽ നിന്നും 760 കോടിയിലേക്ക് എത്തി. TCPL പാക്കിങ്ങിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ റവന്യൂ 4% വർദ്ധിച്ച് 405 കോടിയിൽ നിന്നും 424 കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് 30% ഇടിഞ്ഞ് 31 കോടിയിൽ നിന്നും 22 കോടിയിലേക്ക് എത്തി. KRN ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 20% ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 3% വർദ്ധിച്ചത്. 12 കോടിയിൽ നിന്നും 12.4 കോടിയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ 95 കോടിയിൽ നിന്നും 115 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ ഏറെക്കുറെ ഫ്ലാറ്റാണ്. 17 കോടിയിൽ നിന്നും 17.6 കോടിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. RR കേബിളിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 14% വർദ്ധിച്ച് 1,808 കോടിയിൽ നിന്നും 2,059 കോടിയിലേക്ക് എത്തിയപ്പോൾ എബിറ്റ 49% വർദ്ധിക്കുകയും എബിറ്റ മാർജിൻ 5.3% നിന്നും 6.9% ഉയരുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 64 കോടിയിൽ നിന്നും 89 കോടിയായി ഉയർന്നു. ആരതി ഇൻഡസ്ട്രീസിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 68% ഇടിയുകയും റവന്യൂ 10% ഇടിയുകയും ചെയ്തു. 137 കോടിയിൽ നിന്ന് 43 കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. റവന്യൂ 9% ഇടിഞ്ഞ് 1,851 കോടിയിൽ നിന്നും 1,675 കോടിയിലേക്ക് എത്തി. എബിറ്റ 34% ഇടിയുകയും മാർജിൻ 16% നിന്നും 11% ഇടിയുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഡോംസ് ഇൻഡസ്ട്രീസ് പയനിയർ സ്റ്റേഷനറി ലിമിറ്റഡിന്റെ 13% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇന്ന് മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിച്ചേക്കും. ഗുജറാത്ത് ഗ്യാസ് എന്ന കമ്പനി വാരി എനർജി എന്ന കമ്പനിയുമായി ചേർന്ന് സസ്റ്റൈനബിൾ എനർജി സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. NCC എന്ന കമ്പനിക്ക്
നാഷണൽ ബിൽഡിംഗ് ഡിവിഷനിൽ നിന്നും 792 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ NCC എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഗോദ്രേജ് പ്രോപ്പർട്ടി എന്ന ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലെ കമ്പനി ലാൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി വഡോദരയിൽ 34 കോടി രൂപയുടെ 34 ഏക്കർ ലാൻഡ് അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഗോദ്രേജ് പ്രോപ്പർട്ടീസ് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. നിയോജൻ കെമിക്കൽസ് അതിൻ്റെ സബ്സിഡറി കമ്പനിയായ നിയോജൻ മൊറിട്ട ന്യൂ മെറ്റീരിയൽസ് എന്ന കമ്പനിയെ സബ്സിഡറി കമ്പനിയായി ഇൻകോർപ്പറേറ്റ് ചെയ്തു. കാൻറ്റാബിൾ റീറ്റെയിൽ എന്ന കമ്പനി പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ ഷോറൂമുകളുടെ എണ്ണം 614 ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ എൻഡുറൻസ് ടെക്നോളജി എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയെ എൻഡുറൻസ് ടെക്നോളജി എന്ന കമ്പനിയുമായി മെർജ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളിലും ഇന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്